തമിഴ്നാട് നിയമസഭയിൽ കാണിക്കുന്ന പരിപാടി ഇതിങ്ങനെ. അത് കഴിഞ്ഞ് ഉദയനിധി സ്റ്റാലിനോട് പറയണേ അച്ഛൻ എവിടെ, അപ്പ ഇങ്ങനെ ഇരുപ്പാറെന്ന് சொன்னாங்க. അത് കഴിഞ്ഞിട്ട് ഉദയനിധി സ്റ്റാലിൻ ഈവിൾ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഈ മറുപടി. അപ്പൊ തമിഴ്നാട് നിയമസഭേന ഒരു തമിഴ് സിനിമ പോലെ വിജയ് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ബോധപൂർവം വിജയ് നടത്തുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, വിജയ് നിയമസഭയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ഈ ശൈലികൾ അല്ലെങ്കിൽ ആക്ഷൻ അല്ലെങ്കിൽ മാസ് മറുപടി, ഇതെല്ലാം ഇന്ത്യയിൽ തരംഗമായി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വൈറലായി മാറുന്നുണ്ട്. എല്ലാ ഭാഷയിലും എല്ലാ ന്യൂസിലും വാർത്തകൾ വരുന്നുണ്ട് വിജയ് സിനിമ സ്റ്റൈലിൽ നിയമസഭ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. വിജയനെ നമുക്കറിയാം, വിജയ് എങ്ങനെയാണ് തന്റെ സിനിമാ ശൈലി കൊണ്ട് അല്ലെങ്കിൽ സിനിമയിലെ കഥകൾ കൊണ്ട് ആളുകളുടെ ഉള്ളിൽ ഇടം പിടിച്ചത്, ആളുകളുടെ മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലളിതമായ കഥ കൊണ്ട് ആളുകളെ സ്പൂൺ ഫീഡ് ചെയ്ത് ഞാനൊരു രക്ഷകനാണ്. നമ്മൾ മലയാളികളൊക്കെ ഒരുപാട് കളിയാക്കിയാണ് വിജയ് രക്ഷകൻ എന്ന് പറഞ്ഞ ആ ഒരു തീം തന്നെ വീണ്ടും കൊണ്ടുവന്നതിന്. പക്ഷെ കൃത്യമായ ഇടവേളകളിൽ അല്ല, കൃത്യമായ ഒരു ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് വിജയ്, ദീർഘകാല പദ്ധതിയായിട്ടാണ് വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ജയലളിത MGR ഒക്കെ ഉണ്ട്, പക്ഷെ അന്നത്തെ സാഹചര്യമായിരുന്നില്ല വിജയ് മുഖ്യമന്ത്രി ആവാനായിട്ട് വരാൻ നേരത്തുള്ള ഒരു സാഹചര്യം. ഇനി ഞാനൊരു കഥ പറയാം. ഒരുപാട് നാളുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 2018 നിങ്ങൾക്കറിയാൻ പറ്റും റഷ്യ യുക്രൈൻ യുദ്ധം നടക്കണേ. അപ്പോൾ യുക്രൈൻ്റെ പ്രസിഡന്റാണ് വ്ളാഡിമിർ സെലൻസ്കി എന്നുള്ളത്. പുള്ളി ഒരു സിനിമാ നടനാണെന്നുള്ള കാര്യം എത്ര പേർക്ക് അറിയാം? പുള്ളി ഒരു സിനിമയിലും നാടകത്തിലും അല്ലെങ്കിൽ വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി 2018 സർവൻറ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കണേ. അതിൽ പുള്ളി ഒരു പ്രധാന ക്യാരക്ടറായിരുന്നു, അതിലൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ പുള്ളി ആ വെബ് സീരീസിൽ ആരോടോ വിമർശനാത്മകമായിട്ട് ഗവൺമെൻറ്റിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും അഴിമതിയൊക്കെ മറ്റൊരാളോട് പറയുന്നു. വളരെ ദേഷ്യത്തോടെ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി വീഡിയോ എടുത്തിട്ട് അവനത് ഇന്റർനെറ്റിൽ വൈറലാക്കുന്നു. അത് യുക്രൈൻ ആകെ തരംഗം പടർന്നു പിടിക്കുന്നു. അതായത് വെബ് സീരീസിലെ കഥയാണ്. അങ്ങനെ ഇയാൾ പയ്യെ ഫേമസ് ആയി. ഒരു സാധാരണക്കാരൻ ഈ നമ്മുടെ ഗവൺമെൻറ്റിനെതിരെ പറയുമ്പോൾ അതിന് ആളുകൾ ഒരു വലിയ മൂല്യം കണ്ടെത്തുകയും, ഇങ്ങനെ ഈ ഒരു വെബ് സീരീസിൽ ഇയാൾ പയ്യെ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയിട്ട് നേതാവാകുന്നതാണ് വെബ് സീരീസിലെ കഥ. ഇത് തന്നെ 2018 ഈ സെലൻസ്കി തന്നെ സർവൻറ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നു. എന്നിട്ട് 2019 ഇലക്ഷന് നിൽക്കുന്നു. അപ്പോൾ ഈ വെബ് സീരീസിൽ ഒരു സാധാരണക്കാരൻ പ്രസിഡന്റ് ആയെന്ന പോലെ, ഒരു മുത്തശ്ശി കഥ പോലെ, പഞ്ചതന്ത്ര കഥ പോലെ ആ ഒരു കഥ ഓൾറെഡി ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് സെലൻസ്കിക്ക് ഗുണം ചെയ്യും, അവിടെ യുക്രൈനിൽ വിജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സിനിമ എങ്ങനെയാണ് ആളുകളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസർമാർ, നമുക്കറിയാം ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻഫ്ലുവൻസർമാരുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം. അതായത് ഒരു സാധാരണക്കാരനിൽ നിന്ന് ഒരു സിനിമ വഴി അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് വഴി പ്രധാനമന്ത്രിയായി മാറി ആ സെലൻസ്കിയുടെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് തന്നെയാണ് വിജയ് ഇപ്പോൾ ഈ നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിനിമാറ്റിക് ആയിട്ട് സിനിമയിലൂടെ ഈ ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയ ഒരാളാണ് വിജയ്. ഗവൺമെന്റ് ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, എല്ലാം പ്രശ്നങ്ങളാണ്, അങ്ങനെയുള്ളൊരു ഒരു നറേറ്റീവ് വിജയുടെ സിനിമകൾക്ക് വന്നപ്പോൾ നമ്മൾ മലയാളികളടക്കം ജനനായകൻ, മറ്റേ രക്ഷകൻ എന്നുള്ള ഒരു ടാഗ് ഇട്ട് വിജയനെ കളിയാക്കി. പക്ഷേ വിജയുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളൊരു പ്രവണതയെ ആദ്യം മനസ്സിലാക്കിയത് അവിടുത്തെ പൊളിറ്റീഷ്യൻസാണ്. ജയലളിത അടക്കമുള്ള ഈ അതത് കാലഘട്ടത്തിൽ ഏതൊക്കെ സിനിമ ഇറക്കാൻ നേരത്തെ അതത് കാലഘട്ടത്തിലുള്ള ഗവൺമെൻറ്റുകൾ വിജയനെ എതിർത്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ വിജയ്ക്ക് പ്രതിസന്ധി നേരിട്ടത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, തലൈവ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അതിലെ ക്യാപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടൈം ടു ലീഡ് എന്ന് പറഞ്ഞു നടന്നത് അതിൻ്റെ ക്യാപ്ഷൻ. നയിക്കാൻ സമയമായി, നേതൃത്വത്തിലേക്ക് വിജയ് വരാൻ പോകുന്നുള്ള ഒരു നറേറ്റീവ് അവിടെ അന്നങ്ങനെ ഉണ്ടായി. ആ സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളെ കൊണ്ട് സമ്മതിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് കേരളത്തിൽ റിലീസായി അത് നല്ല രീതിയിൽ ഓടുകയും ചെയ്തു. അതിനുശേഷം വിജയ് പരസ്യമായിട്ട് നമ്മുടെ ജയലളിതയോട് ഒരു ക്ഷമാപണ വീഡിയോ നടത്തി ഡയറക്റ്റായിട്ട് വിജയ് അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഊട്ടിയിലുള്ള ഏതോ ഒരു സ്ഥലത്ത് ക്രൗഡിൻ്റെ ഒപ്പം, അത്ര സൂപ്പർ സ്റ്റാർ ആണെന്ന് ഓർക്കണം, ക്രൗഡിൻ്റെ ഒപ്പം വിജയ് പോയി നിന്നിട്ട് വിജയുടെ അച്ഛനും കൂടി കൈകുമ്പിട്ട് വരുന്ന കാര്യം. ഈ നടനായിരുന്നപ്പോൾ, സൂപ്പർ സ്റ്റാർ ആയിരുന്നപ്പോൾ പലതരത്തിലുള്ള പ്രഷറുകളും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പല സോഴ്സുകളിൽ നിന്ന് വിജയ് അനുഭവിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ഇന്ത്യൻ സിനിമയിൽ 100ാം വർഷം ആഘോഷിക്കുന്ന വേളയിൽ 2ാം നിര സീറ്റ് നൽകി വിജയനെ അപമാനിച്ചത്. വിജയ്ക്ക് 2ാം നിര സീറ്റ് കൊടുത്തത് മോശം പ്രവണതയാണെന്ന് മനസ്സിലാക്കി മുൻനിരയിലുണ്ടായിരുന്ന വിക്രം വിജയുടെ അടുത്തേക്ക് ചെന്നിരുന്നതും വലിയ വാർത്തയായിരുന്നു എന്നൊക്കെ. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസാകുമ്പോൾ ടാക്സ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട്, അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്ലിയറൻസ് കിട്ടാത്ത പ്രശ്നങ്ങൾ, എല്ലാ സിനിമകളിലും ഒരു 12ഓളം സിനിമകളിൽ വിജയ്ക്ക് ഈ ഒരു റിലീസ് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ കമലഹാസൻ ഇറങ്ങിയിട്ട് കമലഹാസൻ 8 നിലയിൽ പൊട്ടിപ്പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വിജയുടെ മനസ്സിലുണ്ട്. എങ്ങനെ പൊളിറ്റിക്സിൽ ഇറങ്ങണം, എന്ത് ചെയ്യരുത്, എന്ത്
എന്ത് ചെയ്യണം എന്നൊക്കെ വിജയുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ വിജയ്ക്ക് ഏറ്റവും വലിയ വെപ്പണായിട്ട് വിജയുടെ എല്ലാ സിനിമയിലും റിലീസ് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. വിജയ് ഈ ലാസ്റ്റത്തെ ഇറങ്ങിയ ജനനായകനടക്കം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിലും വിജയ് ആ സിനിമകളിലൂടെ സംസാരിച്ചത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ലളിതമായി സ്പൂൺ ഫീഡ് ചെയ്ത് ജനങ്ങൾക്ക് ഈ എന്ത് പ്രശ്നമാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ജനങ്ങളോട് സംബന്ധിക്കുക, ഡയലോഗിലൂടെ ജനങ്ങളോട് സംബന്ധിക്കുക. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ റിവ്യൂവർമാരുണ്ട്. അവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ അവരുടെ റിവ്യൂ കേട്ടതിന് ശേഷമാണ് ആളുകൾ സിനിമക്ക് പോകുന്നത്. അതേപോലെ തന്നെയാണ് വിജയ് അന്ന് ചെയ്തിരുന്ന പരിപാടി. പക്ഷേ ഇപ്പോൾ വിജയ് ഈ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അടുത്ത സ്റ്റേജിലേക്കുള്ള പരിപാടിയാണ്. ഇന്ത്യ മൊത്തം ഇത്തരം തമിഴ്നാട് നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾ, മാസമായിട്ടുള്ള ഇത്തരം ആക്ഷനുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫേമസ് ആവുമെന്നും നാളെ വിജയ് ഒരു തരംഗം, ഒരു TVK എന്നുള്ള ഒരു പാർട്ടിക്ക് വലിയ പേര് നൽകുമെന്നും വിജയ്ക്ക് കൃത്യമായിട്ട് അറിയാം. സാധാരണക്കാരന് ഒരു സിനിമ ഉണ്ട്, അല്ലെങ്കിൽ വെബ് സീരീസ് എന്ന് പറഞ്ഞ സിനിമയുടെ മറ്റൊരു ഘടകമുള്ളൂ. ഒരു പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമെങ്കിൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ കേവലം 2 വർഷത്തെ മാത്രം ഈ പാർട്ടിയുടെ ആയുസ്സുകൊണ്ട് മുഖ്യമന്ത്രിയായ വിജയ്ക്ക് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ തീർച്ചയായിട്ടും പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജനനായകൻ എന്ന സിനിമ കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നത് വിജയ്ക്ക് മാത്രമായിരിക്കുന്നു. ആ ഒരു സിനിമയിൽ എല്ലാത്തിലും വിജയ് ഇത്തരമൊരു ഘട്ടത്തിൽ BJPക്കെതിരായിട്ടുള്ള ഒരു വിഷയം വരാൻ നേരത്ത് അപ്പോഴും നമ്മുടെ DMKക്കെതിരെയും BJPക്കെതിരെയും വിജയ് ഇത്തരം തൻ്റെ പരാമർശങ്ങളിലൂടെ വിവാദ നായകനായി മാറുമ്പോൾ ആ സിനിമ അവർ ബ്ലോക്ക് ചെയ്യുമെന്നും അത് തനിക്ക് ഗുണമാവുമെന്നും കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് വിജയ്. ഇത് തന്നെ വിജയ് തൻ്റെ സിനിമയിലൂടെ എന്ത് വിവാദമാക്കാനാണോ വിജയ് ശ്രമിക്കുന്നത്, അതേപോലെ തന്നെ നിയമസഭയിലും ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, ശ്രദ്ധ നേടാനായിട്ട് വിജയ് നടത്തുന്ന ശ്രമങ്ങൾ ഇതൊരു വലിയ ശക്തിയായി മാറാൻ, ആദ്യം ദക്ഷിണേന്ത്യയിൽ വലിയ ശക്തിയായി മാറിയിട്ട് പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് കടക്കാനുള്ള വിജയുടെ തന്ത്രമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെ, നിങ്ങൾ ഏത് ഫീൽഡിലാണ് നിൽക്കുന്നത് എന്നുള്ളതല്ല, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു വലിയൊരു ശക്തിയായി മാറാമെന്ന് വിജയ് സിനിമയിലൂടെ തെളിയിച്ചു. ഈ വീഡിയോ കാണുന്നവർ ഞാൻ മണ്ടനാണെന്ന് പറയും, അതെനിക്ക് ഉറപ്പാണ്. പണ്ടും ഇതേപോലെ മുഖ്യമന്ത്രി ആവുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിച്ചിട്ടുണ്ട് വിജയനെ. അതുപോലെ തന്നെ നാളെ ഒരു ദീർഘകാല പദ്ധതിയായിട്ട് വിജയ് കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ പറയും. ആദ്യം ഇന്ത്യ മൊത്തമല്ല, ആദ്യം ദക്ഷിണേന്ത്യ, പിന്നീട് നോർത്ത് ഇന്ത്യയിലേക്ക് കടക്കാനുള്ള പരിപാടികളെല്ലാം വിജയ് ചെയ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് അജിത് ദാസ് എന്നാണ്, എൻ്റെ ചാനലിൻ്റെ പേര് ദാസ് പിക്സ് എന്നാണ്. നമ്മൾ സിനിമ റിവ്യൂയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഇതുപോലുള്ള കഥകൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.